ഹായ് എവ്രി വൺ. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം യൂസ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്ത് അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീനിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ എത്തുന്ന അടുത്ത സ്ക്രീനാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ഇമെയിൽ ഐ ഡി നമ്മുടെ മൊബൈലിൽ കൊടുത്തിട്ടുണ്ടോ അത്രയും ഇമെയിൽ ഐ ഡിയുടെ ഒരു ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ എനിക്ക് ഏതാണോ തന്നേക്കുന്ന ഇമെയിൽ ഐ ഡി ആ ഇമെയിൽ ഐ ഡി നിങ്ങൾ അങ്ങ് ഇവിടെ ചൂസ് ചെയ്താൽ മതി. ഇവിടെ അതങ്ങ് ക്ലിക്ക് ചെയ്യുക. ആ ഇമെയിൽ ഐ ഡി മൊബൈലിൽ ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ഇമെയിൽ ഐ ഡി അവിടെ ആഡ് ചെയ്യണം. പക്ഷേ നിങ്ങൾ എനിക്ക് തന്നേക്കുന്ന ഇമെയിൽ ഐ ഡി അങ്ങ് ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജ് ഇതാണ്. ഇവിടെ നമ്മൾ allow classroom to send you notifications. അപ്പോൾ അതിന് നമ്മൾ allow കൊടുക്കുക. allow കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. ഇനി ഡോണ്ട് allow വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം ഏത് തീം വേണമെന്നുള്ളത് ചോദിക്കും. നമുക്കിപ്പോൾ ഡാർക്ക് തീം ചിലർ ചൂസ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ജസ്റ്റ് ഗോട്ട് ഇറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ നമ്മളങ്ങ് പ്രസ് ചെയ്താൽ മതി. അടുത്ത സ്ക്രീനിലേക്ക് പോകും. ഫസ്റ്റ് ടൈമായാണ് നിങ്ങൾ ഇതിനകത്ത് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജോയിൻ ക്ലാസ് ആണ് കൊടുക്കേണ്ടത്. ഈ ഒരു ജോയിൻ ക്ലാസ് എന്ന് പറയുന്ന ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ നമ്മുടെ എന്താ പറയണ്ട ക്ലാസ് കോഡ് എൻ്റർ ചെയ്യേണ്ടത്. ഈ ഒരു ജോയിൻ ക്ലാസ് എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇമെയിലിൽ ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്ത് അത് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നേരെ ആ ഒരു ഇമെയിലിൽ പോയി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അത് ക്ലാസ് റൂമിനകത്ത് വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ അങ്ങ് ലോഗിൻ ആകാനായിട്ട് സാധിക്കും. ജോയിൻ ക്ലാസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെയാണ് ആ ഒരു ക്ലാസ് കോഡ് എൻ്റർ ചെയ്യേണ്ടത്. ക്ലാസ് കോഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ ജോയിൻ ബട്ടൺ ഹൈലൈറ്റ് ആയിട്ട് വരും. ഇതിപ്പം എന്താ പറയണ്ടേ ഫേഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ക്ലാസ് കോഡ് എൻ്റർ ചെയ്ത ഉടനെ ഇതിവിടെ ഹൈലൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് വരും. ക്ലാസ്സിലേക്ക് വന്നിട്ട് തന്നെ ഈ സ്ക്രീനിൻ്റെ താഴെ നമ്മൾ നോക്കുക. താഴെ നിങ്ങൾക്ക് ഇവിടെ 3 ഡിഫറെൻറ്റ് ടാബ്സ് ഉണ്ട്. ആദ്യത്തെ ടാബ് സ്ട്രീം എന്ന് പറയുന്ന ആ സ്ട്രീം പേജാണ് ഇവിടെ ഈ കാണുന്നത്. അതായത് ഞാൻ എന്ത് അനൗൺസ്മെൻറ്റ് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനൗൺസ് ചെയ്യാം, അതെല്ലാം ഈ പേജിലാണ് വരുന്നത്. ഇനി ഞാൻ പുതിയ ഒരു ക്ലാസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്വിസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് ഇത് ഞാൻ ഇന്ന് ആഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും. നിങ്ങൾക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ അത് വെറുതെ ജസ്റ്റ് എന്താ പറയേണ്ടത് ഓരോ ദിവസം ഇതേ കണക്കൊരു ക്വസ്റ്റ്യൻ വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ക്വിസും കാര്യങ്ങളും ബാക്കിയുള്ളതെല്ലാം ഒന്നുകിൽ ഇവിടുത്തെ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ടാബ് കണ്ടോ ക്ലാസ് വർക്ക് എന്നും പറഞ്ഞ് ഈ ക്ലാസ് വർക്കിലേക്കാണ് എടുക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും കിടക്കുന്നത്. ഈ പീപ്പിൾ എന്ന് പറയുന്ന ടാബ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഇതിനകത്ത് ടീച്ചേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ട്രീമും ക്ലാസ് വർക്കും ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ക്ലാസ് വർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ എങ്ങനെയാണോ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് ICDSന് അതേപോലെ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ട ആ ക്ലാസ് വർക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വരുന്ന പേജാണിത്. ഇവിടെയാണ് ആ ഒരു ക്ലാസ് വർക്ക്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സിലബസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ട് 1. പാർട്ട് 1ൻ്റെ താഴെ എന്തെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ബാക്കി മെറ്റീരിയൽസ് എല്ലാം അവിടെ കാണാൻ പറ്റും. ഇതിപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ആപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്തേക്കാം. മൊബൈൽ ആപ്പ് അല്ല ഇത്. സെയിം ഇതേപോലെ തന്നെയാണ് നിങ്ങൾ കാണുക. അപ്പോൾ ആദ്യം ഈ ഒരു സിലബസിൻ്റെ ഇതിവിടെ വരുന്നത്. അപ്പോൾ ഏത് മെറ്റീരിയൽ ആയിരുന്നാലും ശരി തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയലിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ഞാനൊരു ഓവർവ്യൂ എഴുതിയിട്ടുണ്ടെങ്കിൽ അതവിടെ വരും. ആൻഡ് താഴെ എന്തെല്ലാം മെറ്റീരിയൽസ് അതിന് കൊടുത്തിട്ടുണ്ടോ അതവിടെ വരും. അപ്പോൾ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് അങ്ങ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നിടത്തെല്ലാം വീഡിയോസാണ്. ബാക്കി ഇതേ കണക്ക് മെറ്റീരിയൽസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകാം. പിന്നെ ഇവിടെ വ്യൂ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ആരെങ്കിലും മെസ്സേജസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കും ഇവിടെ എന്തെങ്കിലും ക്വയറി ഉണ്ടെങ്കിൽ അത് ഈ
ഇവിടെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ആഡ് ചെയ്ത് പോകാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത ഉടനെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. എനിക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് പിന്നെ ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റസും കാര്യങ്ങളും ഒക്കെ വരുന്നത് ശരിക്കും ഒരു ക്ലാസ് വർക്ക് എടുത്താൽ നിങ്ങളത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും. നമ്മളിപ്പം ഇതാണ് ഞാൻ ഇന്ന് ആഡ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലെറ്റ് സേ ഇവിടെ ഈ ഒരെണ്ണം ഞാൻ എടുക്കുന്നു, ഈ ഒരു സെലിയൻറ്റ് ഫീച്ചേഴ്സ് എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ വ്യൂ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇട്ടേക്കുന്ന ആ ഒരു മെറ്റീരിയൽ അവിടെ ഓപ്പൺ ആയി. നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ആൻഡ് ഓരോന്നും അതേ കണക്ക് എടുത്ത് നോക്കാം. പിന്നെ അതിനകത്ത് ക്വിസസ് ആഡ് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് അതിൻ്റെ ക്വിസും വരിക. അപ്പോൾ ആ ക്വിസും ഒക്കെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കത് ആക്സസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. നമ്മൾ എന്താ പറയേണ്ടത്, എനിക്ക് നിങ്ങളുടെ പ്രോഗ്രസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു റീസൺ. ഈ ഒരു മാർക്സ് എന്ന് പറയുന്ന ഒരു ടാബ് കണ്ടല്ലേ, ഇത് നിങ്ങൾക്ക് വിസിബിൾ അല്ലാന്ന് തോന്നുന്നു. ഇത് എനിക്ക് മാത്രമാണ് ഇത് വിസിബിൾ ആകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ വരും. അപ്പോൾ അത് അതേ കണക്കുള്ള ക്വിസ് എന്തെങ്കിലും ഞാൻ സെറ്റ് ചെയ്യുമ്പോഴാണ് അത് അങ്ങനെ വരുന്നത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർ ചെയ്തേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. എനിക്കത് നോക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ തരാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം ആപ്പ് എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ചോളൂ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം.